എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ തറവാടമ്പലം കാണിക്കാമെന്ന് വെച്ചൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പം തുടർച്ചയായിട്ട് മഴയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ വീഡിയോ എടുക്കാൻ പറ്റാതായിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം സംസാരിക്കാം എന്നെ സംബന്ധിച്ച്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു 2 ആഴ്ചയായിട്ട് ഭയങ്കര ഒരു സ്റ്റേജിലൂടെ കടന്നു വന്നൊരവസ്ഥയാണ്. അപ്പം എന്തുകൊണ്ട് നീ അത് പബ്ലിക്കിൽ പറയുന്നില്ല എന്ന് ചോദിച്ചു. എന്താണ് മാനസിക വിഷമം? പക്ഷേ അത് പബ്ലിക്കിൽ വന്നാൽ വിവാദം ആവും. കാരണം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ മാത്രം അങ്ങനെ അറിഞ്ഞാൽ പോരെ. അത് പബ്ലിക് വന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിവാദം സൃഷ്ടിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനത് അങ്ങനെ പറയാത്തത്. അതായത് നമുക്കൊരു എന്താ പറയണ്ടേ, അങ്ങനെ മാനസിക ഇത് മാറ്റിയിട്ടുണ്ടെന്ന് മാത്രം ഞാൻ പറഞ്ഞത്. അപ്പം അതാണ്. പിന്നെ എനിക്ക് പറയാനെന്ന് വെച്ച് ഇന്ന് ഞാനൊരു ചെറിയ കഥ പറയാം. അതായത് ഒരു സിനിമ സംബന്ധം. അതായത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിൽ എനിക്ക് ഒരു സിനിമയിലേക്ക് ഇങ്ങനെ ചാൻസ് ഉണ്ട്. ഒരു വർഷത്തിന് മേലെയായി അങ്ങനെ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു നമ്മുടെ സുരാജേട്ടൻ്റെ കൂടെ സെൽഫി എടുത്തിട്ട് വന്നൊരു കഥ ഞാൻ പറഞ്ഞുതരാം. അതായത് അഭിനയിക്കാതെ. അപ്പം അങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ അടുത്തുള്ള ബളാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഷൂട്ടിംഗ് നടന്നത്. അതായത് ആ സിനിമ പേര് ഞാൻ പറഞ്ഞുതരാം. മദനോത്സവം എന്ന് പറഞ്ഞ സിനിമയുടെ പുതിയ സിനിമ, അത് രണ്ടാമത്തെ. ഫസ്റ്റ് ഒരു ഫിലിം ഉണ്ട്. അപ്പം അങ്ങനെ അതിന് വേണ്ടി ഞാൻ പോയി എന്താ പറയണ്ടേ, എല്ലാ കാര്യങ്ങളൊക്കെ നമ്മളവിടെ ആൾക്കാരൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ എന്താ പറയണ്ടേ, അന്ന് എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല. അപ്പം അഭിനയിക്കാൻ പറ്റാതെ എനിക്കതിന് വേറെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാനൊരു ചാൻസ്, നമുക്കൊരു ഇതുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ്. ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. എന്താ പറയുക, കുറച്ച് ആൾക്കാരെ കണ്ടു. അപ്പം അവിടെ വെച്ച് അവിടുത്തെ എന്താ പറയണ്ട, ആ സെറ്റിലെ ഭക്ഷണം, അതായത് ഞാൻ കഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ യാതൊരുവിധ പരിചയമില്ല. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഞാൻ എന്താ പറയണ്ട, അവിടെ ഇങ്ങനെ റോട്ടിൽ ടെൻഷൻ എടുത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ മെമ്പേഴ്സ് അവർ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ വരൂ, ഷൂട്ടിങ്ങിന് സമയം ആവാനൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് എന്താ എൻ്റെ ഇത് എന്താ പറയണ്ട, ആ കോലം കണ്ടിട്ട് എനിക്ക് അവരറിയില്ല. എന്നെ കണ്ടിട്ട് എന്നെ അഭിനയിക്കാൻ ഉള്ളൊരിത് എനിക്കറിയില്ല. ഞാൻ എന്ത് കാണിക്കും ഇതൊന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ അഭിനയിക്കാൻ വന്ന ആളെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് എന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ വിളിച്ചിട്ട് അങ്ങനെ ഞാൻ അവിടുത്തെ ഇത് കഴിച്ചു. പോയിട്ട് കഴിച്ചു, മടിച്ചു. പക്ഷെ ഞാനൊന്നും, കാരണം എനിക്ക് ടെൻഷൻ കാരണം ഞാൻ ഒന്നും എടുത്തില്ല കാര്യമായിട്ട്. അവിടെ ഇഷ്ടംപോലെ നമുക്കറിയാം. അന്നേരമാണ് നമ്മൾ ഈ ഷൂട്ടിംഗ് സെറ്റിലെ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് അതെടുത്ത് കഴിച്ചു. ടെൻഷൻ എടുത്ത് കഴിച്ചു, കുറച്ചേ എടുത്തുള്ളൂ. ഞാൻ ഒന്നും കാര്യമായിട്ടൊന്നും എടുത്തില്ല. അങ്ങനെ ടെൻഷൻ കൊണ്ടെടുത്തു. പിന്നെ കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്തു, കുറേ സെറ്റുകളൊക്കെ കണ്ടു അവിടെ ഏരിയയുള്ള. അപ്പം അങ്ങനെ ആയപ്പം കുറേയൊക്കെ ആകുമ്പം എല്ലാവരും ഡ്രസ്സ് മാറ്റാനൊക്കെ വിളിച്ച സമയത്ത് എന്നെയും വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന പോലെ അടുത്ത് നമ്മുടെ ഒരു 10-30 കിലോമീറ്റർ അകലെന്ന് വരികയാണ്, കടുമാനിയാണ് എൻ്റെ വീട്. അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ഇതായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് പിന്നെ അവിടെ മെയിൻ ഡയറക്ടറോട് സംസാരിച്ചപ്പം, അതായത് ഞാൻ വേറെ എൻ്റെ ഫ്രണ്ടിൻ്റെ മുഖേനയാണ് ഞാൻ പോയത്. അപ്പം ആ ഫ്രണ്ടിന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, വളരെ നന്ദിയുണ്ട്. കാരണം അതുകൊണ്ട് സെറ്റ് ഞാൻ കണ്ടു. പിന്നെ സുരാജേട്ടൻ്റെ ഒരു സെൽഫി, അതിനാണ് മുഖ്യം. അങ്ങനെ അവിടുന്ന് എന്താ പറയണ്ടേ പറഞ്ഞപ്പോൾ ഞാൻ ഇന്നവരെ പറഞ്ഞു, ഞാൻ അവർ പറഞ്ഞതിൻ്റെ ഒരു റെക്കമെൻഡ് ആയിട്ടാണ് വന്നത്. അപ്പം പറഞ്ഞു അത് നിങ്ങൾക്കുള്ള റോള് ഇന്നല്ല, അതായത് പിന്നെയാണ് എന്നൊക്കെ അവർ പറഞ്ഞിട്ട്, അതായത് അതിൻ്റെ മെയിൻ ആളെ പിന്നെ അവർ ചീത്ത പറഞ്ഞു. കാരണം എന്തിനാണ് എന്നെ വണ്ടി പൈസയൊക്കെ മുടക്കി ഇങ്ങനെ വിളിപ്പിച്ചതെന്നും പറഞ്ഞിട്ടുള്ള രീതിയിൽ അവരെ ചീത്ത പറഞ്ഞു. അപ്പം എനിക്ക് അതിൻ്റെ ഒരു നഷ്ടം എനിക്ക് തോന്നിയില്ല. കാര്യം അവിടെ ഒരു സെറ്റ് നമ്മൾ കണ്ടു എന്നുള്ളൊരു ഇതും, പിന്നെ അപ്പോൾ എൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇതും നമ്മുടെ സെൽഫി എടുക്കാന്നുള്ളതാണല്ലോ. അപ്പം എന്നോട് എന്നിട്ട് പിന്നെ അവർ പറഞ്ഞു സുരാജേട്ടനുള്ള സ്ഥലം കുറച്ചപ്പുറം മാറിയാണ്, അവർ ഇത്ര ഒരു 9 മണി ടൈമിൽ വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്താ പറയണ്ട സുരാജേട്ടനായിട്ടുള്ള ഒരു സെൽഫി എടുക്കാന്നുള്ള രീതിയിൽ ഞാൻ പോയി. പക്ഷേ എനിക്ക് അവരെ സമീപിക്കാൻ അതിനുള്ളൊരു മടി കൊണ്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പം സുരാജേട്ടൻ വരുന്നവരെ നിന്നു. അപ്പം അവർ പെട്ടെന്നൊരു കാറിൽ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പം അത് ഭയങ്കര എനിക്കറിയില്ല, ഭയങ്കര ഷോക്കും ഇതെല്ലാം കൂടെ തന്നൊരു നിമിഷമായിരുന്നു. പുള്ളിക്കാരൻ പെട്ടെന്ന് കാറിൽ നിന്ന് ചാടി വന്നവിടെ എൻ്റെ ആക്രോശിച്ചുകൊണ്ട് എൻ്റെ നേരെ വന്നു.
ഞാൻ അവിടെ ഡൗൺ ആയിപ്പോയി. വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ, എന്തിനാ അവിടെ നിൽക്കുന്നത്? ഞാൻ ഒറ്റക്കുള്ളൂ കേട്ടോ അവിടെ. എന്തിനാ അവിടെ നിൽക്കുന്നത്, എന്തിനാണ് നിൽക്കുക എന്നെല്ലാം ചോദിച്ചിങ്ങനെ ഭയങ്കര ഇതായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിച്ചു. ഞാൻ അവിടെ നിന്നൊപ്പിലിങ്ങനെ ഷോക്കായി നിന്നുപോയി. എന്താണ് ഉള്ള രീതിയിൽ എന്ത് ചെയ്യും ഇനിയിപ്പോൾ ഇവരോട് നമ്മൾ റിയാക്ട് ചെയ്യണോ ഒന്നും മിണ്ടാതെ അവിടെ നിന്നുപോയി. അപ്പം കുറച്ച് പുള്ളിക്കാരൻ്റെ ഇവിടെ തട്ടിയിട്ട് വന്നു. ഞാൻ പേടിപ്പിച്ചാണ്, ഒന്നും തോന്നണ്ട എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് സംസാരിച്ചു. എന്നിട്ട് പുള്ളിക്കാരനാട് എന്നോട് ചോദിച്ചു, എവിടെയാ നാട്, ഇതൊക്കെ എന്നോട് തിരക്കി കാര്യമൊക്കെ തിരക്കി വളരെ സന്തോഷത്തിൽ സംസാരിച്ച്. പിന്നെ അങ്ങനെ സംസാരിച്ചു. പിന്നെ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞാൽ എൻ്റെ അടുത്തായിട്ട് പറഞ്ഞു ഫോട്ടോ എടുക്കണ്ടേ, സെൽഫി എടുക്കണ്ടേ എന്ന് പറഞ്ഞ് എന്താ പറയണ്ട, അങ്ങനെ പുള്ളിക്കാരനായിട്ട് ഒരു സെൽഫി എടുത്തു. അങ്ങനെ സുരേഷ് ചേട്ടനെ ഞാൻ നേരിട്ട് കണ്ടു. അങ്ങനെയുള്ളൊരു അനുഭവം ഞാൻ ഇന്ന് നിങ്ങളോട് ഇങ്ങനെ പങ്കുവെക്കുകയാണ്. അപ്പം അതൊക്കെ ഒരു വലിയൊരു ഇത് തന്നാണ് കേട്ടോ. അങ്ങനെ ഒരു സിനിമ സെറ്റ് കണ്ടു, അങ്ങനെയുള്ളൊരിത്. ഇപ്പം അഭിനയിച്ചില്ലെങ്കിലും എനിക്കതിൽ ഒരു നഷ്ടവുമില്ല. അത് ഞാൻ പറയട്ടെ, വലിയൊരു ബ്ലെസ്സിങ്, അനുഗ്രഹം എന്നൊക്കെ പറയാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു, ഞാൻ ഇങ്ങനെയല്ല, അവർ തന്നെ ആയിട്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഞാനൊരു സെൽഫി എടുത്തു. അങ്ങനെ അതൊരു വലിയൊരു അനുഭവമായിട്ടെന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളോടൊന്ന് പങ്കുവെക്കണം എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം എൻ്റെ പ്രേക്ഷകർക്ക് അപ്പം ഇത്രയൊക്കെ ഇതിലൂടെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ഇതായിട്ടുള്ളൊരു സമയമാണ്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. നിങ്ങളെ എൻ്റെ ആരൊക്കെയാണ് ഇന്ന്. അപ്പം പിന്നെ ഇതിനോട് കൂടെ എനിക്കൊരു കാര്യം കൂടെ ഓർമ്മിക്കാനുണ്ട്. ഞാൻ പറഞ്ഞ ആ യൂട്യൂബിൻ്റെ എനിക്കൊരു ചാനലിൻ്റെ പറഞ്ഞില്ലേ, ഇപ്പം ഒരു 800 സംതിങ് പേര് എനിക്ക് വലിയ അനുഗ്രഹം ചെയ്തിടത്തോളം എല്ലാവർക്കും നന്ദി. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ആ 1000-ലേക്ക് എനിക്ക് ആക്കിത്തരണം, ഒരു ചാനൽ ക്രിയേറ്റ് ആക്കി തരണം. അത്ര ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം, എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കട്ടെ. അപ്പം ബായ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം.